നമുക്ക് കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. കലത്തപ്പെന്നോ ഒക്കെ പറയാം, കുക്കറപ്പം എന്ന് പറയാം, ചിലർ കിണ്ണത്തപ്പം എന്ന് പറയുന്നു. ഏത് വേണേലും അറിയാട്ടെ. മലബാർ സൈഡിലേക്കുള്ള ഒരു ഭക്ഷണ സാധനമല്ല. 4 മണിക്കൊക്കെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനം, നല്ല മധുരമുള്ളതാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേ എന്ന് നമുക്ക് നോക്കാം. അതിന് പുട്ടുപൊടി എടുക്കരുത്. അരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ അപ്പപ്പൊടിയോ എടുക്കാം. അരിപ്പൊടി എടുക്കുമ്പം ഏതെടുക്കണ്ടേ? ഇടിയപ്പപ്പൊടിയോ അപ്പപ്പൊടിയോ എടുക്കാവുള്ളൂ. മറ്റേ പുട്ടുപൊടി ഉപയോഗിക്കരുത്. നമുക്കപ്പോൾ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. എളുപ്പം ഉണ്ടാക്കാം, വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അരയ്ക്കുന്ന ജാറായിരിക്കണം കേട്ടോ. അതിലേക്ക് തേങ്ങ, 1 കപ്പ് തേങ്ങ എടുക്കുക. ഇത് ഏലക്ക, ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. കിസ്മിസ്, അതുപോലെ നട്ട്സ്, തേങ്ങ കൊത്തിയെടുത്തത്, പിന്നെ ജീരകം, ജീരകം, വെള്ളം, ചുമന്നുള്ളി, അരിപ്പൊടി, പിന്നെ ഇച്ചിരി നെയ്യും കൂടെ മാത്രം മതി കേട്ടോ. അരിപ്പൊടി അപ്പപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ആയിരിക്കണം. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ട്, തേങ്ങയും ഏലക്കയും കുറച്ച് ജീരകവും കൂടെ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുത്തേക്കുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചോണ്ട് വരണം. അരച്ചോണ്ട് വന്നതിലേക്ക് നമ്മൾ അരിപ്പൊടി ഒരു 2 കപ്പ്, കുഞ്ഞിക്കപ്പ് അരിപ്പൊടിയാണ്, അതിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നോടെ മിക്സിയിൽ അടിക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് മിക്സി ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്നോടെ അടിച്ചെടുക്കണം. ഒരു പാൻ പോലത്തെ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാൻ ഒരു ആവശ്യത്തിന്, മധുരത്തിന് ആവശ്യത്തിന് എടുത്തോണം കേട്ടോ. ഞാനിത് ഒരു 6 ടേബിൾ സ്പൂൺ ശർക്കരയാട്ടോ എടുത്തേക്കണത്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആവശ്യത്തിന് ശർക്കരയൊക്കെ എടുത്തോണേ. ശർക്കര അടപ്പത്ത് വെച്ചൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക്. ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കണേ. ആവശ്യത്തിന് വെള്ളം വേണം. നമ്മൾ എടുക്കുമ്പം ഇത് ഈ രീതിയിൽ, ഒഴുകുന്ന രീതിയിൽ ആയിരിക്കണം കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ശർക്കര തിളച്ചാൽ മതി, കുറുകണ്ട കാര്യമില്ല. ശർക്കര ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി. ഈ തിളച്ച ശർക്കര നമ്മൾ ഇതിലേക്ക് അരിച്ചൊഴിക്കണം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. ഒട്ടും ചൂട് കുറയരുത്. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ചൂട് കുറയരുത്. ഒരു കൈക്ക് ഇളക്കവും ഒരു കൈക്ക് ഈ ഒഴിക്കുകയും കൂടെ വേണം. നന്നായിട്ട് ഇളക്കണം. ഒപ്പം തന്നെ ചെയ്യണത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യുടെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ. തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. നല്ല ചൂടായിരിക്കണം. അത് എല്ലായിടത്തും ഒന്ന് നമ്മൾ പരത്തി ഇങ്ങനെ ഒന്ന് വട്ടത്തി കറക്കിയൊക്കെ ഒന്ന് വെച്ചേക്കണം. എല്ലായിടത്തും ഒന്ന് ആക്കണം. അതിലേക്ക് നമ്മൾ തേങ്ങ കൊത്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ആ കൂടെ തന്നെ കുഞ്ഞു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചുമന്ന് വന്ന നെയ്ക്കകത്തും എണ്ണക്കകത്തും കിടന്ന് ഒന്ന് മൊരിയട്ടെ. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് ചൂടോടുകൂടി തന്നെ ചേർക്കണം. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോഴത്തേന് ഇത് ചുമന്ന് വരും. നന്നായിട്ടൊന്ന് ചുമന്ന് വരട്ടെ. ഏകദേശം ചുമന്ന് വന്നു തുടങ്ങി.
ഇത് ബ്രൗൺ കളറായില്ലേ, ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കണം. കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുക്കറിന്റെ വെയിറ്റ് വെക്കരുത്. വെയിറ്റ് വെക്കാതെ ഇത് അടച്ചു കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഒത്തിരി കൂടിയായിരിക്കരുത്, ഒത്തിരി കുറഞ്ഞും പോകരുത്. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ കത്തുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വിസിൽ വരുന്നിടത്തോളം കൊമളകൾ വരാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ കൂടെ ആവി നന്നായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമ്മളിത് ഓഫാക്കുക. അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഓഫാക്കുക. ആദ്യം കൊമളകൾ വരും, പിന്നെ ആവിയായിട്ട് നിർത്താതെ ആവി വരുമ്പോൾ നമ്മൾ ഓഫാക്കി കൊടുക്കുക. പോകാൻ തുടങ്ങിയത് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് കാണാവോന്ന് എനിക്കറിയില്ല, ആവി പോകണുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്കത് ഓഫാക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം കുക്കർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ വിടിയിച്ചെടുത്താൽ മതി. 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെക്കുക. നമ്മുടെ കിണ്ണത്തപ്പം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിടിയിച്ചെടുക്കണം. നമ്മൾ ഈ ഇത് വെച്ച് പതുക്കെ ഇങ്ങനെ പതുക്കെ വിടിയിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കേ.